ഹായ് മക്കളെ, രാഹുൽ സാറാണ്. അപ്പോൾ +1 ഫിസിക്സിലെ 11ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള തെർമോഡൈനാമിക്സ്, ആ ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും അതേപോലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ എല്ലാവരും? യെസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വർക്ക് എന്താണെന്ന് നോക്കാം. നമ്മുടെ തെർമോഡൈനാമിക്സിൽ നമുക്ക് മെയിൻ ആയിട്ട് 2 ടൈപ്പ് വർക്കാണുള്ളത്. ഓക്കെ, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഉണ്ട്, അതേപോലെ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഒരു സിസ്റ്റം സ്വന്തമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്ന് വിളിക്കുക. സിസ്റ്റം സ്വന്തമായിട്ട് പണിയെടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്ന് വിളിക്കും. അതെപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇനി അതേപോലെ നമ്മളാണ് സിസ്റ്റത്തിൽ പണിയെടുക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ ഒരു സിസ്റ്റത്തിൽ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം എന്നാണ്. എന്താ വിളിക്കുക, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം എന്നാണ്. അതെപ്പോഴും നമ്മൾ നെഗറ്റീവായിട്ടായിരിക്കും എടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ നല്ലപോലെ വേണം. സോ in thermodynamics, work done by a system is taken as positive and work done on a system is taken as negative. അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എക്സ്പാൻഷൻ നടക്കുമ്പോൾ അതെപ്പോഴും എന്തായിരിക്കും, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആയിരിക്കും. സിസ്റ്റം സ്വന്തമായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് എക്സ്പാൻഷൻ നടക്കുക, അതെപ്പോഴും പോസിറ്റീവായിട്ട് എടുക്കണം. അതേപോലെ കംപ്രഷൻ നടക്കുമ്പോൾ അത് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആയിരിക്കും, അതെപ്പോഴും നമ്മൾ എന്തായിട്ട് എടുക്കണം, നെഗറ്റീവായിട്ട് വേണം എടുക്കാനായിട്ട്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ദെൻ വർക്ക് ഡൺ ഇക്വേഷൻ. വർക്ക് ഡണ്ണിന് പ്രധാനമായിട്ടും 2 ഇക്വേഷൻസ് ആണുള്ളത്, നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഓക്കെ, ഒന്നാമത്തെ ഇക്വേഷൻ ഇന്റഗ്രൽ V1 to V2 PdV. ഓക്കെ, അല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷനാണ് W = P ഡെൽറ്റ V. ഇക്വേഷൻ മാത്രം പഠിച്ചാൽ പോരാ, അതിന്റെ ടേംസ് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനകത്ത് P എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രഷർ ആണ്. ദെൻ V1 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വോളിയം ആണ്, V2 എന്ന് പറഞ്ഞാൽ ഫൈനൽ വോളിയം ആണ്. ഡെൽറ്റ വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോളിയത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ്, ചേഞ്ച് ഇൻ വോളിയത്തിനാണ് നമ്മൾ ഡെൽറ്റ വി എന്ന് പറയാം. സോ വർക്കിന്റെ ഈ 2 ഇക്വേഷനും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ അടുത്തതാണ് ഇന്റേണൽ എനർജി. ഓക്കെ, ഇന്റേണൽ എനർജിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് U എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ടാണ്. വേറെ ഒന്നുമില്ല, ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, U = കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഇതാണ് ഇന്റേണൽ എനർജിയുടെ ഇക്വേഷൻ. എന്താണ്, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ്. നമ്മളൊരു സിസ്റ്റം എടുത്തിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിലുള്ള എല്ലാ മോളിക്യൂൾസിൻ്റെയും കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇന്റേണൽ എനർജി എന്ന് വിളിക്കുക. ദ സം ഓഫ് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജീസ് ഓഫ് all the molecules of a system is called as its internal energy. ഓക്കെ, കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ആ സമ്മിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇന്റേണൽ എനർജി എന്ന് വിളിക്കുക. ഓക്കെ, ദെൻ നമ്മൾ നോക്കുമ്പോൾ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിനെ സംബന്ധിച്ച് അത് ഇന്റേണൽ എനർജി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ആ ഒരു ഐഡിയ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും കേട്ടോ. എന്താണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, നമുക്ക് 3 ടൈപ്പ് സിസ്റ്റം ഉണ്ടല്ലേ, ഓപ്പൺ സിസ്റ്റം, ക്ലോസ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. അപ്പോൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, സറൗണ്ടിങ്ങുമായിട്ട് ഹീറ്റിനെയും അതേപോലെ മാറ്ററിനെയും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത സിസ്റ്റത്തിനെയാണ് നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വിളിക്കുക. അപ്പോൾ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് പുറത്തുനിന്ന് ഹീറ്റിനകത്തോട്ട് എനർജിനകത്തേക്കും കൊടുക്കാൻ പറ്റില്ല, അകത്തുനിന്ന് എനർജി എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്തേക്കും കൊടുക്കാൻ പറ്റില്ല. അതിനകത്തുള്ള എനർജി എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും, എനർജിക്ക് ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ കേസിൽ ഇന്റേണൽ എനർജി എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. സോ നെക്സ്റ്റ് അതേ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, മിക്ക വർഷവും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, ഒരു മാർക്കിന് മിക്കവാറും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് ഫസ്റ്റ് ലോയിൽ പറയണത്, വേറെ ഒന്നുമില്ല, ഭയങ്കര സിമ്പിൾ ആണ്. നമ്മളൊരു സിസ്റ്റത്തിലോട്ട് കുറച്ച് ഹീറ്റ് കൊടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു സിസ്റ്റത്തിലോട്ട് കുറച്ച് ഹീറ്റ് കൊടുത്താൽ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആ ഹീറ്റ് ഉപയോഗിക്കുക. ഓക്കെ, ഒന്നാമത് അതെന്ത് ചെയ്യും, ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യാനും അതേപോലെ വർക്ക് ചെയ്യാനുമായിട്ടായിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളൊരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഹീറ്റ് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുക, ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യാനും വർക്ക് ചെയ്യാനും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് വിളിക്കുക. ഓക്കെ, സോ എൻ്റെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. The heat supplied to a system is used for change its internal energy and to do work. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് 2 കാര്യങ്ങൾക്ക് യൂസ് ചെയ്യും, ടു ചേഞ്ച് ഇറ്റ്സ് ഇന്റേണൽ എനർജി ആൻഡ് ടു ഡു വർക്ക്. അതിൻ്റെ ഇക്വേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഇക്വേഷൻ, ΔQ = ΔU + ΔW. അല്ലാത്ത ടേംസ് അറിഞ്ഞിരിക്കുക. ΔQ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഹീറ്റാണ്, ഹീറ്റ് സപ്ലൈഡ്, അതിനെയാണ് നമ്മൾ ΔQ എന്ന് വിളിക്കുക. ദെൻ ΔU എന്ന് പറഞ്ഞാൽ
ഇന്റേണൽ എനർജിക്ക് ഉണ്ടാവുന്ന ചേഞ്ച് ആണ്. ഓക്കെ, ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ആണ് കേട്ടോ. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇന്റേണൽ എനർജി എന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവില്ല. ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ആണ്, ഇന്റേണൽ എനർജിക്ക് ഉണ്ടാവുന്ന ചേഞ്ച് ആണ്. ആൻഡ് ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ അവിടെ നടന്ന വർക്ക് ആണ്. ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ അവിടുത്തെ വർക്ക് ആണ്. ഇനി നമുക്കറിയാം വർക്കിന്റെ ഇക്വേഷൻ എന്താണ്? പി ഡെൽറ്റ വി ആണ്. സോ ഈ ഡെൽറ്റ ഡബ്ല്യുവിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? പി ഡെൽറ്റ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ വേണമെങ്കിൽ നമുക്കൊന്ന് മോഡിഫൈ ചെയ്ത് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ രണ്ട് ഇക്വേഷനും എന്ത് ചെയ്യണം? ഫസ്റ്റിലൂടെ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്താണ് നെക്സ്റ്റ് അടുത്തൊരു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. Two systems in thermal equilibrium with a third system are in thermal equilibrium with each other. Identify the law given by the above statement. Okay, ഈ സ്റ്റേറ്റ്മെന്റിലുള്ള ലോ ഏതാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏത് ലോ ആണ്? എന്താ ഇതിൽ പറയുന്നത്? രണ്ട് സിസ്റ്റംസ്. ഓക്കെ, ഇതിൽ പറയുന്ന കാര്യം എന്താടാ? രണ്ട് സിസ്റ്റംസ് എടുത്താൽ ഇപ്പം നമുക്ക് എ എന്നും ബി എന്നും പറഞ്ഞ രണ്ട് സിസ്റ്റംസ് എടുക്കാം. ഈ രണ്ട് സിസ്റ്റവും മൂന്നാമതൊരു സിസ്റ്റവുമായിട്ട്, ഇവിടെ സി എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ മൂന്നാമത്തെ സിസ്റ്റവുമായിട്ട് ഈ രണ്ട് സിസ്റ്റവും എന്തിലാണെന്ന് വിചാരിക്കുക? ഈക്വിലിബ്രിയത്തിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള രണ്ട് സിസ്റ്റവും മൂന്നാമതൊരു സിസ്റ്റവുമായിട്ട് ഈക്വിലിബ്രിയത്തിലാണെങ്കിൽ ആ രണ്ട് സിസ്റ്റവും ആരൊക്കെയാണ്? എയും ബിയും പരസ്പരം എന്തിലായിരിക്കും? ഈക്വിലിബ്രിയത്തിലായിരിക്കും. ഓക്കെ, തെർമൽ ഈക്വിലിബ്രിയത്തിലായിരിക്കും. ഇതാണ് എന്തിൽ പറയുന്നത്? സീറോത്ത് ലോയിൽ പറയുന്നത്. രണ്ട് സിസ്റ്റംസ് മൂന്നാമതൊരു സിസ്റ്റവുമായിട്ട് തെർമൽ ഈക്വിലിബ്രിയത്തിലാണെങ്കിൽ ആ രണ്ട് സിസ്റ്റം പരസ്പരം എന്തിലായിരിക്കും? തെർമൽ ഈക്വിലിബ്രിയത്തിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ലോനെ പറയുന്ന പേരാണ് സീറോത്ത് ലോ. എന്താ പറയാ? സീറോത്ത് ലോ. Two systems in thermal equilibrium with a third system are in thermal equilibrium with each other. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. The variables which determine the thermodynamic behavior of a system are called thermodynamic variables. എന്താണ് thermodynamic variables എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Pick out the one which is not a thermodynamic variable. ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് തെർമോഡൈനാമിക് വേരിയബിൾ അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ ഉണ്ട്, പ്രഷർ ഉണ്ട്, വർക്ക് ഉണ്ട്, വോളിയം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്വാണ്ടിറ്റീസ് കൺസിഡർ ചെയ്താൽ അതിൽ തെർമോഡൈനാമിക് വേരിയബിൾ അല്ലാത്തത് ഏതാണ്? വർക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, മാസ്, ഇന്റേണൽ എനർജി, മെയിനായിട്ട് ഈ 5 പേരാണ് നമ്മുടെ എന്ത്? തെർമോഡൈനാമിക് വേരിയബിൾസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് പറയാം. ആരൊക്കെയാണ്? പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, മാസ് ആൻഡ് ഇന്റേണൽ എനർജി. ഓക്കെ, ഈ 5 പേരാണ് തെർമോഡൈനാമിക് വേരിയബിൾസ്. വർക്ക് എന്തല്ല? ഒരു തെർമോഡൈനാമിക് വേരിയബിൾ അല്ല. വർക്കും അതേപോലെ തന്നെ ഹീറ്റും, ഈ രണ്ടാൾക്കാരും തെർമോഡൈനാമിക് വേരിയബിൾ അല്ല. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. What is the difference between isobaric process and isochoric process? ഓക്കെ, അപ്പോൾ ഇതേപോലെ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സാമിന് പ്രതീക്ഷിക്കാം. രണ്ട് ടൈപ്പ് തെർമോഡൈനാമിക് പ്രോസസ്സ് തന്നിട്ട് അവരെ തമ്മിൽ കമ്പയർ ചെയ്യാൻ, അവരെ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? എക്സാമിന് ചോദിക്കാം. ഓക്കെ, സോ നമുക്ക് ഏതൊക്കെ ടൈപ്പ് തെർമോഡൈനാമിക് പ്രോസസ്സ് ഉണ്ട് ഓരോന്നും എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ദെൻ സോ നമ്മൾ തെർമോഡൈനാമിക് പ്രോസസ്സിനെ നമുക്ക് മെയിൻ ആയിട്ട് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? ഐസോബാറിക് പ്രോസസ്സ് ഉണ്ട്, ഐസോകോറിക് പ്രോസസ്സ് ഉണ്ട്, ഐസോതെർമൽ പ്രോസസ്സ് ഉണ്ട്, അതേപോലെ അഡിയബാറ്റിക് പ്രോസസ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 തെർമോഡൈനാമിക് പ്രോസസ്സുകളാണ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ 3 ഒരു ഐസോ എന്ന് പറഞ്ഞൊരു ടൈം ഉണ്ട് അല്ലേ? അപ്പോൾ ഐസോ എന്ന് പറഞ്ഞ മീനിങ് കോൺസ്റ്റന്റ് എന്നാണ്. ഐസോ എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? കോൺസ്റ്റന്റ്. അപ്പോൾ ഐസോബാറിക് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഐസോബാറിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ? നമുക്കറിയാം ബാർ എന്ന് പറഞ്ഞ എന്തിൻ്റെ യൂണിറ്റ് ആണ്? പ്രഷറിൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ ഐസോബാറിക് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് പ്രഷറിൽ നടക്കുന്ന പ്രോസസ്സാണ് ഐസോബാറിക് പ്രോസസ്സ്. അപ്പോൾ നമ്മൾ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഈ 3 ടേംസിനെ കൺസിഡർ ചെയ്താൽ ഐസോബാറിക് പ്രോസസ്സിൽ അവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും, പക്ഷേ വോളിയം, ടെമ്പറേച്ചർ എന്തായിരിക്കും? ചേഞ്ച് ചെയ്യും. ഓക്കെ, ഐസോബാറിക്കിൽ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും, ബാക്കി 2 പേര് വോളിയം, ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ഇനി രണ്ടാമത്തെ പ്രോസസ്സ് നോക്കിയാലോ? അതാണ് ഐസോകോറിക് പ്രോസസ്സ്. ഒരു ഐസോകോറിക് പ്രോസസ്സ് നമ്മൾ കൺസിഡർ ചെയ്താൽ അവിടെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഈ 3 പേരെടുത്താൽ രണ്ടാമത്തെ ആൾ ഓക്കെ ആരാണ്? വോളിയം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അവിടെ ആര് കോൺസ്റ്റന്റ് ആയിരിക്കും? ഐസോകോറിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വോളിയത്തിൽ നടക്കുന്ന പ്രോസസ് ആണ് ഐസോകോറിക് പ്രോസസ്സ്. ബാക്കി 2 പേര് ആരൊക്കെയാണ്? പ്രഷറും അതേപോലെ തന്നെ ടെമ്പറേച്ചറും അവിടെ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് ഒരു ഐസോകോറിക് പ്രോസസ്സ്. ദെൻ അടുത്തതാണ് ഐസോതെർമൽ പ്രോസസ്സ്. ആ പേരിൽ തന്നെ നമുക്കറിയാം എന്തായിരിക്കും ഐസോതെർമൽ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുക?
ഐസോ തേർമൽ പ്രോസസ് എന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ ഈ 3 പേരെടുത്താൽ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ എടുത്താൽ അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും ഒരു ഐസോ തേർമൽ പ്രോസസ്സിൽ. ബാക്കി 2 പേര് ആരൊക്കെയാണ്? പ്രഷറും വോളിയമിൻ്റെയും അവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ അതാണ് ഐസോ തേർമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ലാസ്റ്റത്തെ പ്രോസസ് ആണ് അഡിയബാറ്റിക് പ്രോസസ്. അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ഹീറ്റിൽ നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അഡിയബാറ്റിക് പ്രോസസ് എന്ന് വിളിക്കുക. എന്താണ്? കോൺസ്റ്റന്റ് ഹീറ്റിൽ നടക്കുന്ന പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ ഒരു അഡിയബാറ്റിക് പ്രോസസ്സ് നടക്കുമ്പോൾ പുറത്തുനിന്ന് ഹീറ്റിന് സിസ്റ്റത്തിന്റെ അകത്തേക്കും കയറാൻ പറ്റില്ല, അതുപോലെ അകത്തുള്ള ഹീറ്റിന് പുറത്തേക്ക് പോകാനും പറ്റില്ല. അവിടുത്തെ ഹീറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ കോൺസ്റ്റന്റ് ഹീറ്റിൽ നടക്കുന്ന പ്രോസസ്സാണ് അഡിയബാറ്റിക് പ്രോസസ്. അഡിയബാറ്റിക് പ്രോസസ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 3 പേരിലെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ എടുത്താൽ ഈ 3 പേരും എന്ത് ചെയ്യും? ഒരു അഡിയബാറ്റിക് പ്രോസസ്സിൽ അവരുടെ വാല്യൂസ് ചേഞ്ച് ചെയ്യും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ 4 പ്രോസസ്സുകൾ: ഐസോബാറിക്, അതേപോലെ ഐസോകോറിക്, ഐസോതെർമൽ ആൻഡ് അഡിയബാറ്റിക് പ്രോസസ്. അപ്പോൾ ഓരോ പ്രോസസ്സിലും ആരാണ് കോൺസ്റ്റന്റ് എന്നും ആരൊക്കെയാണ് മാറുന്നത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ഐഡിയ നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് ഐസോബാറിക് പ്രോസസ്സ് നോക്കാം. ഓക്കെ, അപ്പം നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഈ 4 ടൈപ്പ് പ്രോസസ്സുകളെ കുറിച്ചാണ്. അപ്പോൾ ഈ 4 ടൈപ്പ് പ്രോസസ്സിൻ്റെയും ഡെഫിനിഷൻ നമുക്ക് പഠിക്കണം, അതേപോലെ അവരുടെ ഗ്രാഫ് നമുക്ക് പഠിക്കണം, അതേപോലെ അവരുടെ വർക്ക് ഡൺ ഇക്വേഷൻ. ഓക്കെ, ഡെറിവേഷൻ ആണെങ്കിൽ ഡെറിവേഷൻ, അല്ലെങ്കിൽ വർക്ക് ഡൺ ഇക്വേഷൻ. അപ്പോൾ ഈ കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത് ഓരോ പ്രോസസ്സിലും നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ആദ്യത്താണ് ഐസോബാറിക് പ്രോസസ്. എന്താണെന്ന് അറിയാലോ? എന്താണ്? കോൺസ്റ്റന്റ് പ്രഷറിൽ നടക്കുന്ന പ്രോസസ്സിനെയാണ് ഐസോബാറിക് പ്രോസസ് എന്ന് വിളിക്കുക. പ്രോസസ് ഇൻ വിച്ച് പ്രഷർ ഓഫ് എ സിസ്റ്റം റിമെയിൻ കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി ഐസോബാറിക് പ്രോസസ്സിന്റെ കേസിൽ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആരൊക്കെ തമ്മിലാണ് ഗ്രാഫ് വരയ്ക്കുക? പ്രഷറും വോളിയവും തമ്മിലൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ആ ഗ്രാഫിനെ നമ്മൾ വിളിക്കുന്ന പേര് PV ഡയഗ്രാം എന്നാണ്. പ്രഷറും വോളിയവും തമ്മിൽ വരയ്ക്കുന്ന ഗ്രാഫിനെ വിളിക്കുന്ന പേരെന്താണ്? PV ഡയഗ്രാം എന്നാണ്. സോ ഗ്രാഫ് വരച്ചാൽ ഇതേപോലെ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ നോക്കിയിട്ട് അവിടുത്തെ ഗ്രാഫ് എങ്ങനെയാണ് വരാൻ കണ്ട? പ്രഷറിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും അവിടെ വരാം. കാരണം ഇപ്പോൾ പ്രഷർ 10 ആണെന്ന് വിചാരിക്കുക. ഒരു ഐസോബാറിക് പ്രോസസ് ആണെങ്കിൽ പ്രഷറിന്റെ വാല്യൂ എപ്പോഴും തന്നെയായിരിക്കും 10 തന്നെയായിരിക്കും, അത് ചേഞ്ച് ചെയ്യില്ല. സോ എത്രയാണോ പ്രഷറിന്റെ വാല്യൂ അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. സോ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടൊരു ഗ്രാഫ് ആയിരിക്കും ഐസോബാറിക് പ്രോസസ്സിൻ്റെ നമുക്ക് കിട്ടുക. അപ്പോൾ അവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആണ്, ആരൊക്കെ ചേഞ്ച് ചെയ്യും? വോളിയം അതേപോലെ ടെമ്പറേച്ചറും ചേഞ്ച് ചെയ്യും. സോ അവിടുത്തെ ഇനിഷ്യൽ വോളിയം നമുക്ക് V1 ആയിട്ട് എടുക്കാം, ഫൈനൽ വോളിയം V2 ആയിട്ട് എടുക്കാം. ഓക്കെ അല്ലേ? ദെൻ അവിടുത്തെ വർക്ക് ഡൺ ഇക്വേഷൻ ആണ്. ഓക്കെ, വർക്ക് ഡൺ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് വർക്ക് ഡൺ ഇക്വേഷൻ? W = P ΔV ആണ്. പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം ആണ് അല്ലേ? എങ്ങനെയാ? അപ്പോൾ പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം ചെയ്താൽ നമുക്ക് വർക്ക് ഡൺ കിട്ടും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ചേഞ്ച് ഇൻ വോളിയം കണ്ടുപിടിക്കുക? ഇവിടുത്തെ ഇനിഷ്യൽ വോളിയം V1 ആണ്, ഫൈനൽ വോളിയം V2 ആണ്. അപ്പോൾ എങ്ങനെയാ ചേഞ്ച് കണ്ടുപിടിക്കുക? ഫൈനൽ വോളിയം മൈനസ് ഇനിഷ്യൽ വോളിയം അല്ലേ? സോ W = നമുക്ക് എന്ത് എഴുതാം? P ഇൻറ്റു ഫൈനൽ ΔV, ചേഞ്ച് ഇൻ വോളിയം കണ്ടുപിടിക്കാൻ ഫൈനൽ വോളിയം മൈനസ് ഇനിഷ്യൽ വോളിയം ചെയ്യുക. സോ ഇതാണ് വർക്ക് ഡൺ ഇക്വേഷൻ വരാ. W = P ഇൻറ്റു V2 മൈനസ് V1. ഓക്കെ, V2 മൈനസ് V1 എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചേഞ്ച് ഇൻ വോളിയം ആണ് നമുക്ക് കിട്ടുക. മറ്റൊരു ഇക്വേഷനും കൂടി ഉണ്ട്. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏരിയ അണ്ടർ PV ഗ്രാഫ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നമ്മളൊരു PV ഗ്രാഫ് വരച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വർക്ക് ഡൺ ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിയേ, നമ്മുടെ ഈ കേസിൽ അടിയിലുള്ള ഈ ഒരു ഏരിയ ഉണ്ട്, ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ, ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് അവിടുത്തെ വർക്ക് ഡൺ ആയിരിക്കും കിട്ടുക. ഓക്കെ, സോ അതാണ് ഐസോബാറിക് പ്രോസസ്സിലെ വർക്ക് ഡണ്ടെ 2 ഇക്വേഷൻസ്. രണ്ടും കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. സോ നമുക്ക് ഇനി ഏത് നോക്കാം? അടുത്ത പ്രോസസ്സ് ഐസോകോറിക് പ്രോസസ്സ് നോക്കാം. ഓക്കെ, അപ്പോൾ ഐസോകോറിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കോൺസ്റ്റന്റ് വോളിയത്തിൽ നടക്കുന്ന പ്രോസസ് ആണ്. അവിടെ ടെമ്പറേച്ചറും പ്രഷറും എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. സോ ദ പ്രോസസ് ഇൻ വിച്ച് വോളിയം ഓഫ് ദ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഐസോകോറിക് പ്രോസസ് എന്ന് വിളിക്കുക. അപ്പോൾ ഐസോകോറിക് പ്രോസസ്സിന്റെ കേസിൽ വർക്ക് ഡൺ എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, ഐസോകോറിക് പ്രോസസ്സിന്റെ കേസിൽ വർക്ക് ഡൺ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താ? കാരണം വേറെ ഒന്നുമില്ല, നമുക്കറിയാം വർക്ക് ഡൺ ഇക്വേഷൻ എന്താണ്? W = P ΔV ആണ്. ΔV എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം, വോളിയത്തിന് ഉണ്ടാവുന്ന ചേഞ്ച് ആണ്. ഒരു ഐസോകോറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ വോളിയം കോൺസ്റ്റന്റ് അല്ലേ? അവിടെ വോളിയത്തിന് ചേഞ്ച് ഉണ്ടാവോ? ഇല്ല, വോളിയത്തിന് ചേഞ്ച് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ΔV ചേഞ്ച് ഇൻ വോളിയം എന്തായിരിക്കും? ΔV എന്ന് പറഞ്ഞാൽ 0 ആയി പോകും. സോ വർക്ക് ഡൺ ഇക്വേഷൻ എന്ത് വരും? W = P ഇൻറ്റു 0 എന്ന് വരും, or equal to 0 എന്ന് വരും. ഓക്കെ, അതുകൊണ്ടാണ് ഒരു ഐസോകോറിക് പ്രോസസ്സിൽ വർക്ക് ഡൺ എന്തായിട്ട് പോകുന്നത്? 0 ആയിട്ട് പോകുന്നത്.
ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ഒരു ഗ്രാഫ് വരയ്ക്കണം, പ്രഷറും വോളിയവും തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കണം. സോ ഇതേപോലെ ആയിരിക്കും നമുക്ക് ഗ്രാഫിന്റെ ഷേപ്പ് കിട്ടുക, ഒരു വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും കിട്ടുക. കാരണം എന്തായിരിക്കും, ഇത് ഐസോകോറിക് പ്രോസസ്സാണ്. അവിടെ വോളിയം എപ്പോഴും എന്തായിരിക്കണം, അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കണം അല്ലെ, വോളിയത്തിന്റെ വാല്യൂ മാറാനായിട്ട് പാടില്ല. വോളിയം ഇപ്പോൾ 20 ആണെങ്കിൽ ഫുൾ ടൈം എന്തായിരിക്കണം, വോളിയത്തിന്റെ വാല്യൂ 20 തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ടുള്ളൊരു ഗ്രാഫ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ കൺസെപ്റ്റിൽ ഗ്രാഫിന്റെ ഏരിയ നോക്കുമ്പോഴും ഒരു ലൈൻ മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഇടയിൽ ഏരിയ വല്ലതും ഉണ്ടോ, ഇല്ല. അപ്പോൾ ഗ്രാഫിന്റെ ഏരിയ നോക്കുമ്പോഴും അവിടുത്തെ വർക്ക് ഡൺ നമുക്ക് എന്താണ് കിട്ടുക, 0 തന്നെയാണ് കിട്ടുക. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ആൻ ഐസോതെർമൽ പ്രോസസ്. ഒരു ഐസോതെർമൽ പ്രോസസ്സിന്റെ ഇക്വേഷൻ എഴുതുക. അതേപോലെ ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ്. ഒരു ഐസോതെർമൽ പ്രോസസ്സിലെ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ എന്ത് ചെയ്യാനായിട്ട്, ഡിറൈവ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ നമ്മൾ ആദ്യത്തെ 2 പ്രോസസ്സുകൾ കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ പ്രോസസ്സ് ഐസോതെർമൽ പ്രോസസ്സിന്റെ കാര്യങ്ങൾ നോക്കാം. ഓക്കെ, സോ ഒരു ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ PV is equal to a constant. ഇതാണ് ഐസോതെർമൽ പ്രോസസ്സിന്റെ ഇക്വേഷൻ ട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഓർത്ത് പഠിച്ചോണം. ഒരു ഐസോതെർമൽ പ്രോസസ്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ PV is equal to a constant ആണ്. P എന്ന് പറഞ്ഞാൽ പ്രഷർ ആണ്, V എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടുത്തെ വോളിയം ആണ്. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഐസോതെർമൽ പ്രോസസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ട് അതിന്റെ വർക്ക് ഡണ്ണിന്റെ ഡെറിവേഷൻ നോക്കാം. ഓക്കെ, സോ ഐസോതെർമൽ പ്രോസസ് എന്താണ്, കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഐസോതെർമൽ പ്രോസസ് എന്ന് വിളിക്കുക. ദ പ്രോസസ് ഇൻ വിച്ച് ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. അതാണ് ഒരു ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഐസോതെർമൽ പ്രോസസ് നടക്കാൻ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് കണ്ടീഷൻ എന്ന് വെച്ചാൽ, നമ്മുടെ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ നല്ലപോലെ ഹീറ്റ് എക്സ്ചേഞ്ച് നടന്നെങ്കിൽ മാത്രമേ അതെന്ത് പ്രോസസ്സ് ആവുള്ളൂ, ഐസോതെർമൽ പ്രോസസ്സ് ആവുള്ളൂ. ഓക്കെ, ഐസോതെർമൽ പ്രോസസ് ആവുള്ള കണ്ടീഷൻ എന്താണ്, സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ എന്ത് നടക്കണം, ഹീറ്റ് എക്സ്ചേഞ്ച് നല്ലപോലെ നടക്കണം. ഓക്കെ, സോ അതാണ് കണ്ടീഷൻ. ദ സിസ്റ്റം മസ്റ്റ് ബി ഇൻ എ കണ്ടക്ടിങ് ചേംബർ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് വിത്ത് സറൗണ്ടിങ്സ് മസ്റ്റ് ബി എൻഷുർഡ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, നമ്മളിവിടെ ഈ ചാപ്റ്ററിൽ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റംസ് ഒക്കെ എന്താണ്, ഇതേപോലെ ഒരു സിലിണ്ടർ ഉണ്ടാവും, അതിനകത്തൊരു മൂവ് ചെയ്യാൻ പറ്റുന്ന പിസ്റ്റൺ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ ഒരു ഐഡിയൽ ഗ്യാസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ അകത്തുനിന്ന് പുറത്തേക്കും അതേപോലെ പുറത്തുനിന്ന് അകത്തേക്കും എന്ത് ചെയ്യണം, ഹീറ്റ് ട്രാൻസ്ഫർ സ്മൂത്ത് ആയിട്ട് നടന്നെങ്കിൽ മാത്രമേ അതൊരു ഐസോതെർമൽ പ്രോസസ് ആവുള്ളൂ. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കണം എന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ ഈ ചേംബറിൻ്റെ വോൾസ് എങ്ങനെയുള്ളതായിരിക്കണോടാ, വോൾസ് കണ്ടക്റ്റിംഗ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു കണ്ടക്റ്റിംഗ് ചേംബറിലാണെങ്കിൽ മാത്രമേ അതൊരു ഐസോതെർമൽ പ്രോസസ്സായിട്ട് മാറുള്ളൂ. ഓക്കെ, ഇനി ഐസോതെർമൽ പ്രോസസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഇൻറ്റേർണൽ എനർജിക്ക് ചേഞ്ച് ഉണ്ടാവില്ല. ഒരു ഐസോതെർമൽ പ്രോസസ്സിൽ ഇൻറ്റേർണൽ എനർജി എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അതിനൊരു കാരണമുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഐഡിയൽ ഗ്യാസിനെ സംബന്ധിച്ച് ആ ഐഡിയൽ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ ഇൻറ്റേർണൽ എനർജി ടെമ്പറേച്ചറിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, ഇൻറ്റേർണൽ എനർജി എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഒരു സ്ഥലത്ത് ടെമ്പറേച്ചർ കൂടിയാൽ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ ഇൻറ്റേർണൽ എനർജി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഒരു സ്ഥലത്ത് ടെമ്പറേച്ചർ കുറഞ്ഞാലോ ഇൻറ്റേർണൽ എനർജിയും കുറയും. ഓക്കെ, പക്ഷെ ഇവിടെ എന്താണ്, ഐസോതെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻറ്റേർണൽ എനർജി എന്തായിട്ട് നിൽക്കും, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അവിടെ എന്തുണ്ടാവില്ല, ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. സോ ഡ്യൂറിങ് എൻ ഐസോതെർമൽ പ്രോസസ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ ഇൻറ്റേർണൽ എനർജി. ഓക്കെ, സോ ദെൻ ഐസോതെർമൽ പ്രോസസ്സിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടു, എന്താണ്, PV is equal to a constant. സോ അത്രയാണ് ഐസോതെർമൽ പ്രോസസ്സുമായിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. അടുത്ത ഐസോതെർമൽ പ്രോസസ്സിന്റെ വർക്ക് ഡണ്ണിന്റെ ഡെറിവേഷൻ ആണ്. കുഞ്ഞു ഡെറിവേഷൻ ആണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാനുള്ള ഡെറിവേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വർക്ക് ഡൺ ഇക്വേഷൻ നമ്മൾ മെയിൻ ആയിട്ട് 2 ഇക്വേഷൻ പഠിച്ചിരുന്നു അല്ലെ. ഫസ്റ്റത്തെ ഇക്വേഷൻ ആണ് എന്ത്, W is equal to integral V1 to V2 PdV. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ ഡെറിവേഷൻ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അറിയാം, എന്താണ്, PV is equal to nRT ആണ് അല്ലേ. PV is equal to nRT യിൽ നിന്നും ഈ വീനെ ഞാൻ എന്ത് ചെയ്യാണ്, താഴത്തേക്ക് കൊണ്ടുപോവാണ്. വീന് എന്ത് ചെയ്യാണ്, താഴത്തേക്ക് കൊണ്ടുപോയാൽ നമുക്ക് പ്രഷറിന്റെ ഒരു ഇക്വേഷൻ കിട്ടും. P is equal to എന്താണ്, nRT/V എന്ന് കിട്ടും. ഓക്കെ, സോ അതാണ് പ്രഷറിന്റെ ഇക്വേഷൻ. സോ ആ പ്രഷറിന്റെ ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഈ Pക്ക് പകരം ഈ nRT/V സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ എന്തൊരു ഇക്വേഷൻ, ഇന്റഗ്രൽ V1 to V2 nRT/V dV എന്ന് വരും. ഓക്കെ, സോ അത് എന്ത് ചെയ്തു, Pക്ക് പകരം നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴേ എപ്പോഴും കോൺസ്റ്റൻറ്റിനടുത്ത് പുറത്ത് നിർത്തിയിട്ടായിരിക്കും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസ് നോക്കിയാൽ അവിടെ ഈ NRT എന്ന് പറഞ്ഞ ടൈം എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അയാൾ നേരെടുത്ത് എന്ത് ചെയ്യുക, ഇൻ്റഗ്രേഷൻ്റെ പുറത്തെടുത്ത് എഴുതുക. ബാക്കിയുള്ള ടൈംസിനാണ് നമ്മൾ എന്ത് ചെയ്യാൻ, ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. അപ്പോൾ NRT അവിടെ നിന്ന് പുറത്തേക്ക് പോയി ബാക്കി അവിടെ നിന്നുണ്ട് ഒരു 1/v ഉണ്ട് അല്ലേ. സോ NRT നമ്മളെടുത്ത് പുറത്തേക്ക് എടുത്തു, ബാക്കി അവിടെ നിന്നുണ്ട് ഇൻ്റഗ്രൽ V1 to V2 1/v dv എന്ന് വരും. ഓക്കെ, സോ ഇതാണ് വർക്ക് ഡൺ ഇക്വേഷൻ നമുക്ക് കിട്ടുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. നമ്മൾ ഇൻ്റഗ്രേഷൻ നിലവിൽ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, +1 നമുക്ക് ഇൻ്റഗ്രേഷൻ പഠിക്കാനില്ല, +2 ആകുമ്പോഴേ പഠിക്കാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇൻ്റഗ്രേഷൻ എങ്ങനെ ചെയ്തു എന്ന് നമ്മൾ കാണിക്കേണ്ട, ഇത്രയും എഴുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നേരെ ഫൈനൽ ആൻസർ എടുത്ത് എഴുതിയാൽ മതി. എന്തായാലും ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിലെ വർക്ക് ഡൺ ഇക്വേഷൻ, ഫൈനൽ ഇക്വേഷൻ നമ്മൾ കാണാതെ പഠിക്കണം. സോ ഡെറിവേഷനിൽ ഈ 3 സ്റ്റെപ്പുകൾ എഴുതിയിട്ട് ഇൻ്റഗ്രേഷൻ വന്നത് എങ്ങനെയാണ് നമ്മൾ കാണിക്കേണ്ട, നേരെ ഫൈനൽ ആൻസർ എടുത്ത് എഴുതിയാൽ മതി. സോ NRT ഇൻ്റഗ്രൽ V1 to V2 1/v dv ചെയ്ത് കഴിയുമ്പോൾ, അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുക NRT ln V2/V1 ആണ്. എന്താണ് കിട്ടുക, NRT ln V2/V1 ആണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് എന്താണ് ln എന്ന് പറഞ്ഞാൽ നേച്ചുറൽ ലോഗരിതത്തിനെയാണ് നമ്മൾ ln എന്ന് വിളിക്കുക കേട്ടോ. നമുക്ക് 2 ടൈപ്പ് ലോഗരിതം ഉണ്ട്, നേച്ചുറൽ ലോഗരിതം ഉണ്ട്, കോമൺ ലോഗരിതം ഉണ്ട്. നേച്ചുറൽ ലോഗരിതം നമ്മൾ ln വെച്ച് ഡിനോട്ട് ചെയ്യും, കോമൺ ലോഗരിതത്തിനെ നമ്മൾ LOG ലോഗ് എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, സോ ഇവിടെ വർക്ക് ഡൺ ഇക്വേഷൻ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടുന്നത് NRT ln V2/V1 ആണ്. ആ ടേംസ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അവിടെ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് മോൾസിനാണ് നമ്മൾ n എന്ന് എടുത്തിരിക്കുന്നത്. ചില കേസുകൾ നമ്മൾ മ്യൂ എന്ന് നോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ മ്യൂ എന്ന് എടുത്താലും n എന്ന് എടുത്താലും എന്താണ് ആദ്യം കിടക്കുന്ന ആള് നമ്പർ ഓഫ് മോൾസ് ആണെന്ന് മനസ്സിലാക്കുക. ദെൻ R എന്ന് പറഞ്ഞാൽ എന്താണ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. T എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടെമ്പറേച്ചർ ആണ്. ഇനി V2 എന്ന് പറഞ്ഞാൽ ഫൈനൽ വോളിയവും V1 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വോളിയവുമാണ്. ഓക്കെ, സോ അത്രയാണ് ഐസോതെർമൽ പ്രോസസ്സിന്റെ വർക്ക് ഡന്റെ ഫസ്റ്റ് ഇക്വേഷൻ. വേറെ 2 ഇക്വേഷനും കൂടി ഉണ്ട്. ഓക്കെ, അടുത്തൊരു ഇക്വേഷൻ ആണ് 2.303 NRT log V2/V1. ഇവിടെ എന്താ വ്യത്യാസം വന്നേ, ഈ ln പകരം നമ്മൾ എന്ത് ചെയ്തു, LOG എന്നാക്കി. അപ്പോൾ ln എന്ന് പറഞ്ഞാൽ നേച്ചുറൽ ലോഗരിതം ആണ്, അതിന് പകരം നമ്മൾ കോമൺ ലോഗരിതം യൂസ് ചെയ്തു. അപ്പോൾ നേച്ചുറൽ ലോഗരിതത്തിനെ കോമൺ ലോഗരിതത്തിലോട്ട് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തത്, ഒരു 2.303 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ഓക്കെ, സോ അതാണ് വർക്ക് ഡന്റെ അടുത്തൊരു ഇക്വേഷൻ. അതും കാണാപ്പാഠം പഠിക്കണം. എന്താണ് 2.303 NRT log V2/V1. ഓക്കെ, ക്ലിയർ ആണല്ലോ. യെസ്, ഇനി അടുത്തൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. W is equal to 2.303 NRT log P1/P2. ഓക്കെ, ആ V2/V1 ഇല്ലേ, അതിന് പകരം വരുന്നതാണ് ആ V2/V1 എന്ന് പറഞ്ഞാൽ P1/P2നോട് ഈക്വൽ ആയിരിക്കും. സോ അതിനെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്താം ഇക്വേഷൻ, W is equal to 2.303 NRT log P1/P2 എന്ന് എഴുതാം. സോ അങ്ങനെ 3 ഇക്വേഷൻ ആണ് ഐസോതെർമൽ പ്രോസസ്സിന്റെ വർക്ക് ഡണിൽ വരുന്ന 3 ഇക്വേഷനും എന്ത് ചെയ്യണം, കാണാപ്പാഠം പഠിക്കണം. സോ അത്രയാണ് നമുക്ക് ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിൽ പഠിക്കാനുള്ളത്. അടുത്ത് എന്ത് ചെയ്യാം, നമുക്ക് 4ാമത്തെ പ്രോസസ് ആയിട്ടുള്ള അഡിയബാറ്റിക് പ്രോസസ് നോക്കാം. എന്താണ് അഡിയബാറ്റിക് പ്രോസസ്, ഓൾറെഡി നമ്മൾ പറഞ്ഞു. എന്താണ്, കോൺസ്റ്റന്റ് ഹീറ്റിൽ നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അഡിയബാറ്റിക് പ്രോസസ് എന്ന് വിളിക്കുക. ആ സിസ്റ്റത്തിന്റെ അകത്തുനിന്ന് ഹീറ്റിന് പുറത്തേക്കും പോകാൻ പറ്റില്ല, പുറത്തുനിന്ന് ഹീറ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അകത്തേക്കും കയറാൻ പറ്റില്ല. അങ്ങനെ കോൺസ്റ്റന്റ് ഹീറ്റിൽ നടക്കുന്ന പ്രോസസ്സാണ് അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ദ പ്രോസസ് ഇൻ വിച്ച് there is no heat exchange between the system and surrounding. സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ ഒരു ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നില്ല, അങ്ങനെയുള്ള പ്രോസസ്സാണ് അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ. ഒരു അഡിയബാറ്റിക് പ്രോസസ്സ് നടക്കാൻ 2 കണ്ടീഷൻസ് ഉണ്ട്. എത്ര കണ്ടീഷൻസ് ഉണ്ട്, 2 കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ 1ാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, the walls of the container should be perfectly insulating so that there is no exchange of heat between the system and the surroundings. എന്താ ഈ പറഞ്ഞിരിക്കുന്നത്, ഒരു അഡിയബാറ്റിക് പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഒരു ഇതേപോലെ ഒരു സിലിണ്ടർ ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഒരു സിലിണ്ടർ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈ വോൾസ് എന്തായിരിക്കണം, പെർഫെക്റ്റ്ലി ഇൻസുലേറ്റിംഗ് ആയിരിക്കണം. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു, സിസ്റ്റത്തിന് അകത്തുനിന്ന് പുറത്തേക്കോ പുറത്തുനിന്ന് അകത്തേക്കോ എന്ത് പോകാൻ പാടില്ല, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കരുതെങ്കിൽ ആ വോൾസ് എങ്ങനെയായിരിക്കണം, ഹീറ്റിനെ കടത്തി വിടരുത്, ഇൻസുലേറ്റിംഗ് ആയിരിക്കണം. അതേ ഫസ്റ്റ് കണ്ടീഷനിൽ പറയുന്നുള്ളൂ, ദ വോൾസ് ഓഫ് ദ കണ്ടെയ്നർ ഷുഡ് ബി പെർഫെക്റ്റ്ലി ഇൻസുലേറ്റിംഗ്. പെർഫെക്റ്റ്ലി ഇൻസുലേറ്റിംഗ് ആയാൽ മാത്രമേ എന്ത് നടക്കുള്ളൂ, ദർ ഇസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. സിസ്റ്റവും സറൗണ്ടിങ് തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ഒന്നും നടക്കാൻ പാടില്ല. ഓക്കെ, ദെൻ രണ്ടാമത്തെ കണ്ടീഷനാണ് ദ പ്രോസസ് ഓഫ് കംപ്രഷൻ ആൻഡ് എക്സ്പാൻഷൻ
ഷുഡ് ബി സഡൻ. അല്ലെ, എന്താ പറയുന്നേ? അവിടെ നടക്കുന്ന കംപ്രഷനും അല്ലെങ്കിൽ എക്സ്പാൻഷൻ എന്ത് പ്രോസസ് ആയിക്കോട്ടെ അത് വളരെ പെട്ടെന്ന് നടക്കുന്നതായിരിക്കണം. വളരെ പെട്ടെന്ന് നടക്കുന്ന പ്രോസസ്സുകൾ മാത്രമേ എന്തായിട്ട് മാറുള്ളൂ? അഡിയബാറ്റിക് പ്രോസസ് ആയിട്ട് മാറുള്ളൂ. സ്ലോയിലാണ് നടക്കുന്നതെങ്കിൽ അതൊരിക്കലും അഡിയബാറ്റിക് പ്രോസസ് ആവില്ല. വളരെ പെട്ടെന്ന് നടന്നെങ്കിൽ മാത്രമേ അത് അഡിയബാറ്റിക് പ്രോസസ് ആവുള്ളൂ. സോ എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് നടക്കുന്നത്? ദ സിസ്റ്റം ഡസ് നോട്ട് ഗെറ്റ് ടൈം ടു എക്സ്ചേഞ്ച് ഹീറ്റ് വിത്ത് സറൗണ്ടിങ്ങുമായിട്ട് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ എന്ത് ചെയ്യരുത്? ആ സിസ്റ്റത്തിന് സമയം കിട്ടരുത്. അത്ര പെട്ടെന്ന് നടക്കുന്ന പ്രോസസ് ആണെങ്കിൽ മാത്രമേ അത് അഡിയബാറ്റിക് പ്രോസസ് ആവുള്ളൂ. സോ 2 കണ്ടീഷൻസ് ആണ് അഡിയബാറ്റിക് പ്രോസസ് നടക്കാനായിട്ടുള്ളത്. രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് അഡിയബാറ്റിക് പ്രോസസ്സിന്റെ ഇക്വേഷൻസ് ആണ്. മൊത്തത്തിൽ ഒരു 3 ഇക്വേഷൻസ് അഡിയബാറ്റിക് പ്രോസസ്സിനുണ്ട്. ഓക്കെ, ആ 3 ഞാനിപ്പോൾ പറയാം. അതിൽ ഫസ്റ്റ് ഇക്വേഷൻ മസ്റ്റ് ആയിട്ടും പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, എന്തായാലും ഫസ്റ്റത്തെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവണം. ബാക്കി 2 ഇക്വേഷൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, സോ എന്താണ് ഫസ്റ്റ് ഇക്വേഷൻ? PV raised to gamma is equal to a constant. ഒരു അഡിയബാറ്റിക് പ്രോസസ്സിന്റെ ഇക്വേഷൻ ആണ് PV raised to gamma is equal to a constant. അതിൽ P എന്ന് പറഞ്ഞാൽ പ്രഷർ ആണ്, V എന്ന് പറഞ്ഞാൽ വോളിയം ആണ്, ഗാമ എന്ന് പറഞ്ഞാൽ CP/CV ആണ്. ഓക്കെ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റന്റ് പ്രഷറിന്റെയും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റന്റ് വോളിയത്തിന്റെയും റേഷ്യോ CP/CV ആണ് ഗാമ എന്ന് പറഞ്ഞാൽ. ഓക്കെ, മറ്റൊരു ഇക്വേഷൻ ആണ് അഡിയബാറ്റിക് പ്രോസസ്സിന്റെ മറ്റൊരു ഇക്വേഷൻ ആണ് P raised to 1 minus gamma into T raised to gamma is equal to a constant. ഓക്കെ, അതിന്റെ മറ്റൊരു ഇക്വേഷൻ ആണ് TV raised to gamma minus 1 equal to a constant. അപ്പൊ 3 കുറച്ച് ബുദ്ധിമുട്ടുള്ള ഇക്വേഷൻസ് ആണ്. പക്ഷെ എന്ത് ചെയ്യാം? 3 പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്തായാലും ഫസ്റ്റത്തെ മസ്റ്റായിട്ട് എന്ത് ചെയ്യുക? കാണാതെ പഠിച്ചിട്ടുണ്ടാവുക. ഓക്കെ അല്ലേ? സോ ഞാൻ പറഞ്ഞില്ല, അവിടുത്തെ ഗാമ എന്ന് പറഞ്ഞ എന്താണ്? is the ratio of specific heat capacity at constant pressure CP and at constant volume CP. CP/CV നെയാണ് നമ്മൾ ഗാമ എന്ന് വിളിക്കുക കേട്ടോ. സോ അതാണ് അതിൻ്റെ 3 ഇക്വേഷൻസ് വരുന്നത്. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് നമുക്ക് അഡിയബാറ്റിക് പ്രോസസ്സിന്റെ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ നോക്കാം. അഡിയബാറ്റിക് പ്രോസസ്സിന്റെ വർക്ക് ഡണ്ണിന്റെ ഒരു ഡെറിവേഷൻ ഉണ്ട്, വലിയൊരു ഡെറിവേഷൻ ആണ്. അത് നമ്മളിപ്പോൾ തൽക്കാലം ഡിസ്കസ് ചെയ്യുന്നില്ല. അതിന്റെ ഫൈനൽ ഇക്വേഷൻ മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ ഫൈനൽ ഇക്വേഷൻ എന്തായാലും നമ്മൾ കാണാതെ പഠിക്കേണ്ടതാണ്. ഇനി വരുന്ന സെഷൻസിൽ കാർനോട്ട് എഞ്ചിനിലൊക്കെ നമുക്ക് ആവശ്യം വരുന്ന ഇക്വേഷൻ ആണ്. ഓക്കെ, എന്താണ് വർക്ക് ഡൺ ഇക്വേഷൻ? W is equal to NR/gamma minus 1 into T1 minus T2 ആണ്. ഓക്കെ, ഇക്വേഷനിലെ ഓരോ ടേംസും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിനകത്ത് N എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ടതാണ് നമ്പർ ഓഫ് മോൾസ് ആണ്. R എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ഗാമ എന്ന് പറഞ്ഞാൽ എന്താണ്? CP/CV ആണ്. ഓക്കെ, ദെൻ T1 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ ടെമ്പറേച്ചറും T2 എന്ന് പറഞ്ഞാൽ ഫൈനൽ ടെമ്പറേച്ചറും ആണ്. ഇതാണ് അതിനകത്ത് ടേംസ് വരാം. ടേംസ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഈ N-ഉം R-ഉം ഗാമയൊക്കെ നോർമലി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഒരു അഡിയബാറ്റിക് പ്രോസസ്സിന്റെ വർക്ക് ഡൺ എന്തിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? T1നെയും T2നെയും ആ ഇനിഷ്യൽ ടെമ്പറേച്ചറിനെയും ഫൈനൽ ടെമ്പറേച്ചറിനെയും മാത്രമാണ് എന്ത് ചെയ്യുക? ഒരു അഡിയബാറ്റിക് പ്രോസസ്സിന്റെ വർക്ക് ഡൺ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഇനി മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, ഒരു അഡിയബാറ്റിക് എക്സ്പാൻഷൻ നടക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അഡിയബാറ്റിക് എക്സ്പാൻഷൻ നടക്കുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു അഡിയബാറ്റിക് പ്രോസസ്സിൽ സിസ്റ്റത്തിന് എന്ത് കിട്ടുന്നില്ല? അകത്തുനിന്ന് ഹീറ്റിന് പുറത്തോട്ടും പോകാൻ പറ്റില്ല, പുറത്തുനിന്ന് ഹീറ്റിന് അകത്തേക്കും പോകാൻ പറ്റില്ല. അപ്പോൾ സിസ്റ്റത്തിന് ഹീറ്റ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അഡിയബാറ്റിക് പ്രോസസ്സിൽ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുക? അതിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ എനർജി ഉപയോഗിച്ചിട്ടായിരിക്കും സിസ്റ്റം വർക്ക് ചെയ്യുക. ഓക്കെ, ഇൻറ്റേർണൽ എനർജി എടുത്തിട്ടായിരിക്കും സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ എനർജി എടുക്കുന്നതനുസരിച്ച് ഇൻറ്റേർണൽ എനർജി എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ എനർജി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കുറയും. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻറ്റേർണൽ എനർജിയും ടെമ്പറേച്ചറും ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന്. സോ ഒരു അഡിയബാറ്റിക് എക്സ്പാൻഷൻ നടക്കുമ്പോൾ സിസ്റ്റം ഇൻറ്റേർണൽ എനർജി ഉപയോഗിച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യുക. അതിൻ്റെ ഫലമായിട്ട് ഇൻറ്റേർണൽ എനർജി കുറയും. ഇൻറ്റേർണൽ എനർജി കുറയുന്നതുകൊണ്ട് അവിടുത്തെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബലൂൺ പൊട്ടണ കേസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ബലൂൺ പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു തണുത്ത എയർ ആയിരിക്കും എന്ത് ചെയ്യുക? ബലൂണിൻ്റെ ഉള്ളിൽ നിന്ന് വരാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. കാരണം എന്താണെന്നറിയോ? ബലൂൺ പൊട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു അഡിയബാറ്റിക് എക്സ്പാൻഷന് എക്സാമ്പിൾ ആണ്. കാരണം പെട്ടെന്ന് സഡൻ ആയിട്ട് നടക്കുന്ന പ്രോസസ് അല്ലേ? സിസ്റ്റം സറൗണ്ടിങ് ആയിട്ട് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ടൈം ഒന്നും കിട്ടില്ല. വളരെ പെട്ടെന്ന് നടക്കുന്ന പ്രോസസ് ആണ് ബലൂൺ പൊട്ടുക എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ബലൂൺ പൊട്ടുമ്പോൾ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും? അതൊന്ന് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ അത് അഡിയബാറ്റിക് എക്സ്പാൻഷൻ എക്സാമ്പിൾ ആണ്. അഡിയബാറ്റിക് എക്സ്പാൻഷൻ നടക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് ബലൂണിൽ നിന്ന് തണുത്ത കാറ്റ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻ അതേപോലെ അഡിയബാറ്റിക് കംപ്രഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നടക്കുക. അഡിയബാറ്റിക് കംപ്രഷൻ നടക്കുമ്പോൾ ആ സിസ്റ്റത്തിനുള്ളിൽ എന്ത് ചെയ്യും? ഹീറ്റ് ഡെവലപ്പ് ആവും. അവിടുത്തെ എനർജിയും കൂടും. അതുപോലെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അഡിയബാറ്റിക് എക്സ്പാൻഷൻ നടക്കുമ്പോൾ ടെമ്പറേച്ചർ കുറയും. അഡിയബാറ്റിക് കംപ്രഷൻ നടക്കുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും.
ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് നമുക്ക് അഡിയബാറ്റിക് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. സോ നമുക്ക് ഇതിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, 3 മാർക്കിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 3 കോളംസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് കോളത്തിൽ അവിടെ നടക്കുന്ന തെർമോഡൈനാമിക് പ്രോസസ്സ് എന്താണെന്നുള്ളത്, ദെൻ സെക്കൻഡ് കോളത്തിൽ ആ തെർമോഡൈനാമിക് പ്രോസസ്സിന്റെ പ്രത്യേകത എന്താണെന്നും ലാസ്റ്റ് കോളത്തിൽ അതിന്റെ വർക്ക് ഡൺ ഇക്വേഷനുമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ നോക്കിയേ, ഐസോബാറിക് പ്രോസസ് ആണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഐസോബാറിക് പ്രോസസ്സ്? ഐസോബാറിക് പ്രോസസ്സിന് ചേർന്ന് വരുന്ന കണ്ടീഷൻ ഏതാണ്? പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നതാണ് അല്ലെ, കോൺസ്റ്റന്റ് പ്രഷർ നടക്കുന്ന പ്രോസസ്സാണ് ഐസോബാറിക് പ്രോസസ്. ഐസോബാറിക് പ്രോസസ്സിന്റെ വർക്ക് ഡൺ ഇക്വേഷൻ എന്താണ്? P into V2 minus V1. സോ അവരെയാണ് പരസ്പരം മാച്ച് ചെയ്യേണ്ടത്. ഇനി അടുത്ത പ്രോസസ് ഏതാണ്? രണ്ടാമത്തെ പ്രോസസ് ഐസോതെർമൽ പ്രോസസ് ആണ്. എന്താണ് ഐസോതെർമൽ പ്രോസസ്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് അല്ലേ. സെക്കൻഡ് കോളത്തിൽ ഫസ്റ്റ് വൺ ആണ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഇനി ഐസോതെർമൽ പ്രോസസിന്റെ ഇക്വേഷൻ എന്താണ്? μRT ln V2/V1 അല്ലെ. മ്യൂ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്, അതൊന്നില്ലെങ്കിൽ നമുക്ക് എന്ന് എടുക്കാം, മ്യൂ എന്ന് എടുക്കാം. സോ അതാണ് എന്ത് വരാ? ഐസോതെർമൽ പ്രോസസിന്റെ ഇക്വേഷൻ വരാം. ഓക്കെ, സോ ഇനി ലാസ്റ്റ് വൺ ആണ് അഡിയബാറ്റിക് പ്രോസസ്. എന്താണ് അഡിയബാറ്റിക് പ്രോസസിന്റെ കണ്ടീഷൻ? സിസ്റ്റം സറൗണ്ടിങ് ആയിട്ട് ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കാൻ പാടില്ല അല്ലെ. നോ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. അഡിയബാറ്റിക് പ്രോസസിന്റെ വർക്ക് ഡൺ ഇക്വേഷൻ എന്താണ്? R/Γ-1 ഇൻറ്റു T1 മൈനസ് T2 ആണ്. ഓക്കെ, ശരിക്കും NR/Γ-1 ഉണ്ട്. ഓക്കെ, അതാണ് എന്ത് വരാ? അഡിയബാറ്റിക് പ്രോസസിന്റെ ഇക്വേഷൻ വരാ. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്, അത് 1 ആണെങ്കിൽ ഇക്വേഷൻ നമുക്ക് R/Γ-1 എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതിയാലും മിസ്റ്റേക്ക് ഒന്നുമില്ല, കറക്റ്റ് ആണ്. സോ ഇതാണ് മാച്ച് ദ ഫോളോവിങ്ങിന്റെ ആൻസർ വരാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി. നമുക്കൊരു PV ഡയഗ്രം ഉണ്ട്. ഓക്കെ, എ PV diagram of gas is shown in the figure. In this figure, AB represents isobaric process and AD represents isothermal process. അല്ലെ, നമുക്കൊരു പ്രഷറും വോളിയം എന്നുള്ള ഒരു PV ഡയഗ്രം തന്നിട്ടുണ്ട്. അതിനകത്ത് AB എന്ന് പറഞ്ഞാൽ ഈ ഹൊറിസോണ്ടലായിട്ട് കാണുന്ന ലൈൻ, AB എന്താണ്? ഒരു ഐസോബാറിക് പ്രോസസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അതേപോലെ AD ഈ ലൈൻ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഒരു ഐസോതെർമലിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? യൂസിങ് ദ എബോവ് ഗ്രാഫ് find the process in which the work done is maximum, the reason. ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതിലാണ് മാക്സിമം വർക്ക് ഡൺ നടക്കുന്നത്, അതിന്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിലായിരിക്കും മാക്സിമം നടക്കാം? ഐസോബാറിക് പ്രോസസ്സിലായിരിക്കും മാക്സിമം വർക്ക് ഡൺ നടക്കുക. കാരണം എന്താണെന്നറിയോ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രഷർ വോളിയം ഗ്രാഫിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ വർക്ക് ഡൺ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ഗ്രാഫിന്റെയും ഏരിയ നോക്കാം. ഇവിടെ ഐസോബാറിക് പ്രോസസ്സിന്റെ ഗ്രാഫ് AB ആണ് അല്ലെ. ഇതാണ് AB എന്ന് പറഞ്ഞാൽ അതിന്റെ അടിയിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഈ മൊത്തം ഏരിയ ആണ് ഐസോബാറിക് പ്രോസസ്സിന്റെ കേസിൽ ഗ്രാഫിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ. സോ അവിടെ അത്രയും വർക്ക് ഡൺ നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കിയേ, ഇനി നമുക്ക് ഐസോതെർമൽ പ്രോസസ്സിനെ നോക്കാം. ഏതാണ്? AD ആണ് ഐസോതെർമൽ പ്രോസസ്സിന്റെ ഗ്രാഫ്. അതിന്റെ അടിയിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇത്രയും റീജിയൻ ആണ് വരാം. ഓക്കെ, ഏതാണ് കൂടുതൽ വരാ? ഐസോബാറിക് പ്രോസസ്സിന്റെ ആകുമ്പോൾ മൊത്തത്തിൽ ഉണ്ടായിരുന്നു അല്ലെ, അതിനകത്താണ് ഏരിയ കൂടുതൽ, അതുകൊണ്ട് അവിടെയാണ് എന്ത് ചെയ്യുക? കൂടുതൽ വർക്ക് ഡൺ നടക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ വർക്ക് ഡൺ ഇൻ ഐസോബാറിക് ഈസ് മാക്സിമം ബിക്കോസ് ഏരിയ അണ്ടർ AB ഈസ് മോർ ദാൻ ഏരിയ അണ്ടർ AD. ഓക്കെ, ക്ലിയർ ആണല്ലോ. യെസ്, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഹാപ്പൻസ് ടു ദ ഇന്റേണൽ എനർജി ഓഫ് ഗ്യാസ് ഡ്യൂറിങ് ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ? Gases have two specific capacities, Cp and Cv. Why? ഓക്കെ, എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഒരു ഗ്യാസിന്റെ ഇന്റേണൽ എനർജിക്ക് എന്ത് പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കേസ് എപ്പോഴാണ്? ഐസോതെർമൽ എക്സ്പാൻഷൻ നടക്കുമ്പോൾ ഇന്റേണൽ എനർജിക്ക് എന്ത് പറ്റും. രണ്ടാമത്തെ കണ്ടീഷൻ അഡിയബാറ്റിക് എക്സ്പാൻഷൻ നടക്കുമ്പോൾ ഇന്റേണൽ എനർജിക്ക് എന്ത് പറ്റുന്നു. ഓക്കെ, ഒരു ഐസോതെർമൽ എക്സ്പാൻഷൻ നടക്കുമ്പോൾ ഐസോതെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇന്റേണൽ എനർജിക്ക് ചേഞ്ച് ഉണ്ടാവോ? ഇല്ല, ഇന്റേണൽ എനർജി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സോ ഒന്നാമത്തെ ആൻസർ എന്താണ്? നോ ചേഞ്ച്. ഒരു ഐസോതെർമൽ പ്രോസസ്സിൽ ഇന്റേണൽ എനർജിക്ക് ചേഞ്ച് ഒന്നും ഉണ്ടാകുന്നില്ല. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? അഡിയബാറ്റിക് എക്സ്പാൻഷൻ. നമ്മൾ ഇപ്പോൾ കണ്ടുള്ളല്ലോ, ഒരു അഡിയബാറ്റിക് പ്രോസസ്സിൽ എക്സ്പാൻഷൻ നടക്കുമ്പോൾ ഇന്റേണൽ എനർജി ഉപയോഗിച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യുക. അതുകൊണ്ട് അവിടുത്തെ ഇന്റേണൽ എനർജിയും ടെമ്പറേച്ചറും ഡിക്രീസ് ചെയ്യുന്നു പറഞ്ഞു അല്ലേ. സോ ഒരു അഡിയബാറ്റിക് എക്സ്പാൻഷനിൽ ഇന്റേണൽ എനർജി ഡിക്രീസ് ആണ് ചെയ്യുക. ഇനി ബി ക്വസ്റ്റ്യൻ എന്താണ്? Gases have two specific capacities, Cp and Cv. Why? ഒരു ഗ്യാസ് എടുത്താൽ അതിന് 2 സ്പെസിഫിക് കപ്പാസിറ്റി ഉണ്ട്, CPയും CVയും. എന്തുകൊണ്ടാണെന്നാണ് കാരണം എന്ന് വെച്ചാൽ, നമ്മളൊരു ഗ്യാസിനെ ഹീറ്റ് ചെയ്താൽ സോളിഡ്സിനും ലിക്വിഡ്സിനേക്കാളും വ്യത്യാസമായിട്ട് അവരുടെ പ്രഷറിനും വോളിയത്തിനും നല്ല രീതിയിൽ എന്തുണ്ടാവുന്നുണ്ട്? ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ 2 പേരും ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഒരാളെ കോൺസ്റ്റന്റ് ആക്കി നിർത്തിയിട്ട് കോൺസ്റ്റന്റ് പ്രഷറിലും അതുപോലെ കോൺസ്റ്റന്റ് വോളിയത്തിലും സെപ്പറേറ്റ് ആയിട്ട് സ്പെസിഫിക് കപ്പാസിറ്റി കാണേണ്ടി വരുന്നത് കേട്ടോ. ഓക്കെ, സോ അതാണ് ആൻസർ. ഇൻ കേസ് ഓഫ് ഗ്യാസസ് both the pressure and volume change on heating.
ഹീറ്റ് ചെയ്യുമ്പോൾ രണ്ടുപേരും പ്രഷറും വോളിയവും ചേഞ്ച് ചെയ്യും. ദെയർഫോർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഗ്യാസ് ഈസ് ഡിഫൈൻഡ് ആസ് കോൺസ്റ്റന്റ് വോളിയം ഓർ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. രണ്ടുപേരും ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നത്, കാണേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, സോ അത്രയും ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, കാർനോട്ട് എഞ്ചിനും അതിൻ്റെ വർക്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. ഓക്കെ.